യുറേക്ക സ്റ്റോറി ആ പേരിലേക്ക് തന്നെ വന്നതിന് തന്നെ ഒരു പ്രത്യേക കാരണം കാണും നിങ്ങൾക്ക്. ചിലപ്പോൾ ഒരു റീസണും കാണുന്നില്ല, എവിടെന്നെങ്കിലും ഒരു പേര് കിട്ടി നിങ്ങൾ ഇട്ടതായിരിക്കാം. എന്തായാലും ആ ഒരു ജനനം എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല, ഒരു സെറ്റ് ഓഫ് പേര് ഞങ്ങൾ സെലക്ട് ചെയ്തായിരുന്നു. അപ്പം അതിൽ കുറച്ച് പറയാനും എഴുതാനും ആളുകൾക്ക് മനസ്സിലാവാനും എളുപ്പം യുറേക്കല്ലോ എന്ന് എഴുതി. അപ്പം അങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്. പിന്നെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് തന്നപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് തന്നെ ലോഗോ ഡിസൈൻ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്, പറയാനും എളുപ്പമാണ് എല്ലാവർക്കും. ഇത് എല്ലാവർക്കും പറയാനും വായിക്കാനൊക്കെ എളുപ്പമുള്ള ഒരു പേരാവട്ടെ എന്ന് വിചാരിച്ച് യുറേക്ക ഇട്ട് ഇപ്പോഴും നല്ലൊരു ശതമാനം ഏറെക്കുറെ എന്നാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഇവർ രണ്ടാളെയും കണ്ട് ഓടി വന്നു, ഏറെക്കുറെ സ്റ്റോറീസ് ഞാൻ കാണാറുണ്ട് പറഞ്ഞു. നന്ദഗോപൻ പറഞ്ഞു യുറേക്കയാണ്. ആ അറിയാം നന്ദഗോപന് ഏറെക്കുറെ കോണ്ടാക്ട് സേവ് ചെയ്യുക. പിന്നെ അതേപോലെ അങ്ങനെ തുടങ്ങിയതാണ്. യുറേക്ക എന്നുള്ള പേര് അങ്ങനെ എടുത്താണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി യുറേക്ക എന്നുള്ളതാണ് പേര്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു 10-15 പേരുകൾ ലിസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം അതിന്ന് യുറേക്ക എന്നുള്ള പേര് ജസ്റ്റ് നമ്മൾ ഓക്കെ ഉള്ളതിൽ ബെറ്റർ ആണ്, നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അതെടുത്തതാണ്. പക്ഷെ പിന്നെ നമ്മുടെ വീഡിയോസ് വർക്കായി തുടങ്ങി, ആൾക്കാർക്ക് കണക്റ്റായി തുടങ്ങി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഓക്കെ അതിലൊരു ഇന്നർ മീനിങ് ഉണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്തു എന്നുള്ളൊരു മീനിങ് അതിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്കൊരു ലിസ്റ്റൊന്നുമില്ല. ടു ബി വെരി ഹോണസ്റ്റ്, നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് 1 ലൈൻ പോലും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളെല്ലാം ഇപ്പോൾ പോകുന്നത് ഇന്നോ നാളെയോ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഡേ പോകുന്നത്. ആ ഒരു 1 ഡേ നമുക്ക് ബഫറൊന്നും നമ്മൾ വെക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് ചിന്തിക്കാതെ നമുക്ക് നാച്ചുറലി സംഭവിക്കുന്ന കോണ്ടന്റുകളാകുമ്പോൾ അതിന് ക്വാളിറ്റി കൂടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുമുള്ളതെല്ലാം കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഇത്രയും പേര്, അല്ലെങ്കിൽ ഞങ്ങളുടെ മോഡറേറ്റർ സംസാരിക്കുന്നതിനൊരു രീതിയുണ്ട്, ഒരു മാനറിസം ഉണ്ട്, ഇതെല്ലാം ഞങ്ങൾ കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്യുന്നു. എല്ലാ വ്യക്തികളും കുറേ കഥകളുണ്ടെന്ന് പറയുന്ന പോലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾ വെറുതെ 2 മിനിറ്റ് സംസാരിച്ചിങ്ങനെ ഭയങ്കര ഒരുപാട്. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നോട് ഒരാൾ കഥ പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒരാളുടെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ പോയിട്ട് പുള്ളിയുടെ അച്ഛൻ മരിച്ചത് ഭയങ്കര ക്രിഞ്ചായി പോയി എന്ന് പറയുന്നത്. ഞാൻ ആലോചിച്ചു, അത് വല്ലാത്തൊരു തോട്ടാണ്, അത് വല്ലാത്തൊരു കഥയാണെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരാൾ മരണത്തെ അനലൈസ് ചെയ്യുന്ന രീതി എന്താ? സോക്കോൾ എല്ലാം ക്രിഞ്ചാണല്ലോ ഇപ്പോൾ. അങ്ങനെ അച്ഛൻ മരിച്ച് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ക്രിഞ്ചായി പോയി അയാളുടെ ലൈഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന സാധനങ്ങളെ ഞങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വയ്ക്കും. ഒരാൾ പറയുന്നതിൻ്റെ അവരുടെ വൊക്കാബുലറിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് പലരുടെയും. അതിൽ നിന്ന് ഞങ്ങൾ കഥാപാത്രങ്ങളെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് പോലും മനസ്സിലാവില്ല അത് അയാളുടെ കഥയാണ്, പുള്ളി പറഞ്ഞ ഡയലോഗാണെന്ന് മനസ്സിലാവില്ല. അതൊക്കെ ഞങ്ങൾ അതിന് പിന്നിൽ പണിയെടുക്കും. അപ്പോൾ ചുറ്റുമുള്ളതൊന്നുകൂടെ ഞങ്ങൾ തുറന്ന് വെക്കും, കണ്ണും കാതും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഇന്നതാവണം എന്ന് ഞങ്ങൾ പറയാൻ ശ്രമിക്കാറില്ല. പിന്നെ എന്ത് ടൈപ്പ് കോണ്ടന്റ് ആവണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളെപ്പോഴും സ്പെസിഫിക് ആവുന്നൊരു കാര്യം ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, യുറേക്ക കണ്ട ആരും ടെൻഷൻ അടിച്ച് വിഷമിച്ച് പോകരുത്. ആ വിഷമമാണെങ്കിലും സന്തോഷമുള്ളൊരു വിഷമമാവാനേ പാടും. എല്ലാവരും എൻ്റർടൈൻഡ് ആവാൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടിയും പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയാണ് യുറേക്കയിൽ വരുന്നത്. അത് വീഡിയോ കണ്ടു കഴിഞ്ഞ് പോകുന്ന ഒരാൾക്ക് കിട്ടണം. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ബേസിക് തോട്ട് ഓഫ് മേക്കിംഗ് എ കോണ്ടന്റ് ഹാപ്പൻ. അത്രയേ ഉള്ളൂ.